വല്ല ആളുകളോ അങ്ങനെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് സൗകര്യമാണ്. കണ്ടോ, 10-60 പണ്ഡിതന്മാരെ ചെന്ന് കാണാൻ ഞാൻ വിചാരിച്ചാൽ നടക്കൂല. അതുകൊണ്ട് വളരെ ഇൻവോൾവ്ഡ് ആയിരുന്നു സലഫികളിൽ. ഏതിന്? മടവൂരികളുടെ ഡോക്യുമെന്ററി കാണിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ റബ്ബിനെ പേടിക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ ഈ ഹദീസ് നിഷേധികളുടെ ഉപജാപം നയിക്കാൻ. നിങ്ങൾ ഓർക്കണം, ആ ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞല്ലോ, 2012 ജനുവരി 1 വളപട്ടണത്ത് എന്തിന് KKP വന്നു? അന്ന് നടന്ന കുംഭസാരം ആര് നടത്തിച്ചു? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ KKP ഈ അടുത്ത കാലം വരെ ഇരിട്ടിയിലെ പള്ളിയിലെ ഖതീബാക്കി എന്തൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയില്ല. ആലോചിക്കണം നിങ്ങള്. അപ്പൊ ആളുകൾ പറയും KKP മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് പിന്നെ CP സലീം ISMന്റെ നേതാവായ കാലത്താണ്. അതുകൊണ്ട് എല്ലാ കുറ്റവും ആർക്കാണ്? എറണാകുളത്തൊക്കെയുള്ള വലിയ നേതാക്കന്മാർ പറയുന്നത് CP സലീമിനാണ്. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഇസ്ലാം അറിയാവുന്നവരോട്. റജ്ജാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൻസിന്ന് ദീന് പഠിച്ച് അബൂ ഹുറൈറ പോലെയുള്ള പ്രഗൽഭരായ സ്വഹാബിമാരുടെ കൂടെ സ്വഹാബി എന്ന നിലയ്ക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ കാഫിറായിട്ടാ മരിക്കുക, ഉഹുദ് മലയോളം അവന്റെ പല്ലുണ്ടാവും എന്നൊക്കെ പരലോകത്ത് റസൂലുള്ളാഹി പറഞ്ഞു. ഈ മനുഷ്യനുണ്ടല്ലോ റജ്ജാല്, നബീന്റെ അടുത്ത് നിന്ന് ഷാത്തി കൽമ പഠിച്ച് നബീന്റെ ദർസിലെ ദീന് പഠിച്ച് അദ്ദേഹം നല്ലൊരു വാചാലനായിരുന്നു, ഖുർആൻ അറിയായിരുന്നു. ആരെങ്കിലും ഒരു റജ്ജാല് കാഫിറായി പോയത് നബി അന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ട്? ആരെങ്കിലും പറയോ? ഹുസൈൻ മടവൂരി ജമാഅത്തെ ഇസ്ലാമിനെ അനുകൂലിച്ച് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നപ്പോൾ ലേഖനം എഴുതി, മുജാഹിദുകളെ കുത്തിക്കൊണ്ട് ആളുകളൊക്കെ നിർത്തും, അവനെ ശ്രദ്ധിക്കണം, MSMന്റെ നേതാവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ AP അബ്ദുൽ ഖാദർ വലിയ KP മുഹമ്മദ് പോലും പറയാ, നമ്മളെ കുട്ടിയല്ലേ, ഓനെ പറഞ്ഞു തിരുത്തി കൊടുത്താൽ തിരുത്താവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിലാക്കി ഈ പ്രസ്ഥാനം വളർത്തി പോകുന്നിടത്തേക്ക് ഹുസൈൻ മടവൂരിന് സൗകര്യം ചെയ്തു കൊടുത്ത KP ആന്ന് തലച്ചോറിലോ പറയോ? അതുകൊണ്ട് ആ ജാതി ഞൊണ്ട് ഞായൊക്കെ പറഞ്ഞ ആളെ കിട്ടും, തല വർക്ക് ചെയ്യാത്ത. അതായത് ഒരു ജില്ലയിൽ ഒരാളെ അയാളെ കയ്യിലുള്ള ഫോൺ വർക്ക് ചെയ്താൽ മതി, ഞങ്ങളെ തല വർക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിനൊക്കെ ഓൾറൈറ്റ്. പക്ഷെ അല്ല, റബ്ബ് നിങ്ങൾക്ക് തന്ന ഈ ബുദ്ധി സ്വതസിദ്ധമായി വർക്ക് ചെയ്യോ എങ്കിൽ നന്നായിട്ട് ആലോചിച്ചു, നന്നായിട്ട് ചിന്തിച്ചോളി. ഈ അവസ്ഥ എന്നിട്ട് ഇപ്പൊ എവിടെയാ KKP? ഇതുണ്ടോ, മടവൂരികളുടെ പാലക്കാട് സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ്. എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ? അയക്കോ? മടവൂരികളുടെ പ്രോഗ്രാമിലെ ഏറ്റവും നല്ല പ്രഭാഷകൻ ആരാ? KKP അബ്ദുള്ള. ഓന്റെ വിഷയം കേൾക്കണ്ടെങ്കിൽ ഓൻ ചില്ലറക്കാരനാ. നവോത്ഥാനം ചരിത്രവും ദൗത്യവും KKP അബ്ദുള്ള. എങ്ങനെയുണ്ട്? നവോത്ഥാനം ചരിത്രവും ദൗത്യവും ഇവിടെ എത്തി. തിരിച്ചറിഞ്ഞോ ഇത്രയും കാലോ? സിദ്ദീഖ് തലശ്ശേരി, അതുപോലെ ഹാരിസ് ചേരൂർ, ഹദീസ് നിഷേധി, ധിക്കാരി, നബിയുടെ സുന്നത്തിനെ കൊച്ചാക്കുന്ന ചേകന്നൂരി, അവനെ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് മുന്നിലെത്തിക്കാൻ കാസർഗോഡ് ജില്ലയിൽ എത്ര തവണയാ KNM ഇലക്ഷൻ മാറ്റിവെച്ചു ചോദിക്കുന്നത്? മാറ്റിവെച്ച എത്ര തവണയാണ്? ഇതിനെയാ ഞങ്ങൾ എതിർത്ത്. എന്നിട്ട് ആ ഹാരിസ് ചേരൂർ മുൻ വലിയ നേതാക്കന്മാർ പങ്കെടുത്ത കാഞ്ഞങ്ങാട് ആ സ്റ്റേജിലെ പ്രാസംഗികനായി വന്നു. പത്രത കിടക്കണ് അവിടെ വന്നു, വായിക്ക്. അപ്പൊ ആർക്കാ അവിടെ ആശയ വ്യതിയാനം ഉണ്ടായത്? മാത്രമാണോ? ഹുസൈൻ സലഫി ഇതിനെ സംബന്ധിച്ച്, KKPയെ സംബന്ധിച്ച്, ഇതുപോലെയുള്ള ചാരന്മാരെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. കളയുന്നില്ല. ആ രീതിയിൽ ജീവിക്കുന്ന മുജാഹിദുകളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ലേഖനങ്ങൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോളിൻ, ഇതുകൊണ്ടൊന്നും ഒരാളും പതറിപ്പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇത് ഇനി വെയിലത്ത് വാടൊന്നുമില്ല. എത്ര എരിവേറ്റിമാര് വന്നുപോയി എന്നറിയങ്ങൾക്ക്, എത്ര അബ്ദുള്ളമാര് വന്നുപോയി. ഇസ്ലാമിക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചാരനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു അബ്ദുള്ളയുണ്ടായിരുന്നു. അവന്റെ പേരും അബ്ദുള്ളായിരുന്നു. പക്ഷെ അബ്ദുല്ലാഹിബ്നു സബ ആണ്, ജൂതൻ.
ഒരു ജൂതൻ വേഷം മാറിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവനാണ് ഷിയായിസത്തിന്റെ ശില്പി. അവനാണ് അങ്ങനെ ഷിയായിസം ഉണ്ടാക്കി. അങ്ങനെ ചാരപ്പണികളെടുത്ത് സ്വഹാബത്തിനെ തമ്മിലടിപ്പിച്ചു. ആ അബ്ദുള്ള എന്ന ചാരൻ. അത്തരത്തിലുള്ള പേരുള്ള ചാരന്മാര് ഇംഗ്ലീഷിലെ 3 അക്ഷരങ്ങൾ തലക്ക് ചേർത്തുകൊണ്ട് ഇനിയും രംഗത്തുണ്ടാകും. പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പലതുമുണ്ട് എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഒരേ രൂപത്തിൽ ജീവിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും അവര് ശിർക്കിലേക്ക് വിളിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോളിയും പോകുന്നത്. എന്തിനാ ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്കാണ് ചില ആൾക്കാർ വലിയ ഒലക്കമുക്കി ലേഖനം എഴുതുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുജാഹിദ് പ്രസ്ഥാനം എവിടെയാ പണ്ട് പറഞ്ഞതിൽ നിന്ന് മാറിയത്? ഇതെല്ലാവരും പഠിച്ചോളിൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട അതിലേക്ക് അനുഭാവമുള്ള ആളുകളെ മനസ്സ് മടുപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ, പ്രിയ സഹോദരന്മാരെ, ആ പകൽ സ്വപ്നം വെറുതെ അങ്ങ് നിർത്തിവെക്കലാണ് നല്ലത്. ഒരത്താഴത്താണ് പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അതിലനുസരിച്ചുള്ള വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് ജിന്നിന്റെ പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ പോണു ജിന്ന് പോണുണ്ടോ, അവൻ ജിന്നൂരിയാണ്, മറ്റോനാണ്, ഓരോരുത്തരെ പരിഹസിക്കുക. എന്താ സഹോദര കണ്ടോ? ആരാ ജിന്ന് പോണ് ജിന്നൂരി എന്ന് പറയുന്നത്? KNMന്റെ നേതാക്കന്മാർ പറഞ്ഞു വിട്ടിട്ട്. അപ്പൊ ഹുസൈൻ സലഫി ആരാ വിമർശിച്ചത്? ഇത് പറയുന്ന എല്ലാവർക്കും ബാധകമാണ്. ഈ വിഷയം ഖുർആനിനും സുന്നത്തിനും എതിരായ ഒന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഹുസൈൻ സലഫിയാ പറയുന്നത്. അപ്പൊ ആളുകൾ നുണ പറയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ഹുസൈൻ സലഫി ജിന്നുരിയാ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ആളുകൾ വസ്തുത മനസ്സിലാക്കി സത്യം പറയേണ്ട പണ്ഡിതന്മാർ ഏത് കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി ആ പറഞ്ഞ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണോ? അവർക്ക് പോയിന്നേ ഉള്ളൂ. ആരായാലും ഏത് വലിയ നേതാക്കന്മാരായാലും, അവർ ലോകപ്രസിദ്ധരായ ഏത് ടൈപ്പ് പണ്ഡിതന്മാരായാലും ഓർക്ക് പോയി. ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെ നാളിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലക്കുന്നൊന്നും ഇവിടെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഇത് അള്ളാന്റെ ദീനാണ്. അത് അള്ളാഹ് നിലനിർത്തും, പടച്ചോൻ നിലനിർത്തും. അതുകൊണ്ട് ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതേ കാര്യം ഈ ചാരന്മാരെ പറ്റി അനുസുമലൈ പറയുന്ന കേട്ടോളൂ. 3-ാമത്തെ മടവൂരികളാണ്. ഇപ്പൊ ചില മടവൂരികള് അവരുടെ പേരെഴുതിയിട്ട് അതിന്റെ ചുവട്ട് എഴുതി വെക്കുക ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം. അങ്ങനെ പേരെഴുതി വെച്ച മടവൂരിയാണെങ്കിലും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്ന പേരെഴുതി വെച്ചത് കൊണ്ടൊരു മടവൂരില്ലാതാകുന്നില്ല. ആ ചിന്ത മടവൂരി ചിന്തയില്ലാതാകുന്നില്ല. ആ പേര് കൊണ്ട് ഈ തോന്നിവാസം ശരിയാവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചു ISMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് എഴുതി വെച്ചാൽ അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ്. ശരിയാകൂല. അത് ശരിയല്ല. മാത്രമല്ല ഇപ്പൊ അങ്ങനെ ചില ആളുകൾ ക്യാമറമാൻ ക്യാമറമാൻ അല്ലെ, KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്യുന്ന ആള് KNM ക്യാമറമാൻ, KNMന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച KNM പണ്ടാരി, പിന്നെ പത്ത് വർക്ക് KNM പണ്ടാരി. എന്ത് കഷ്ടായത്! മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക, ഇതില് ഒരു ലേഖനം എന്താ, ഈ ലേഖനത്തിൽ എന്താ, പിന്നെ 100-ാമത്തെ പേജിൽ നമ്മുടെ പ്രവർത്തക സമിതി അംഗം നമ്മുടെ ഒരു എഴുതിയ ബുക്ക്, അതിന്റെ 100-ാമത്തെ പേജിൽ പറഞ്ഞു കേട്ടോളൂ. KKP അബ്ദുള്ളയും സിദ്ദീഖ് തലശ്ശേരിയ പറയുന്നത്, നേമത്തുള്ള ഫാറൂഖിയുടെ ഹദീസ് നിഷേധം റെക്കോർഡ് ചെയ്ത സിദ്ദീഖ് പുറത്ത്, നേമത്തുള്ള ഫാറൂഖി അകത്ത്. എന്തൊരു ഗതികേട്! എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത ഇയാളെ അതിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ട് ഇന്നെ ഉള്ളിലാക്കി. അതവിടെ ഉണ്ടായത്. ആ സിദ്ദീഖ് ഇപ്പൊ എവിടെ? പുറത്താന്നൊക്കെ പറഞ്ഞാൽ സിദ്ദീഖ് ഉഷാറായിട്ട്, അതായത് മടപൂരികൾ എടുത്ത് ഇവിടുന്ന് എല്ലാം കൊണ്ട് മടപൂരി എടുത്തു, അവിടുന്ന് എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വരും. ഇപ്പോഴത്തെ അവസ്ഥ അതാ. നിങ്ങൾ നോക്ക്, KNMന്റെ ഒരു മീറ്റിംഗ് CD ടവറിൽ നടന്ന ആദ്യം അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആർക്കാ കിട്ടുന്നത്? മടപൂരികൾക്ക്. പ്രൊഫസർ അബ്ദു, ഡോക്ടർ കുഞ്ഞി മുഹമ്മദ്, പിന്നെ അവിടുത്തെ മുഹമ്മദ് കുഞ്ചി, ഒരു രണ്ടാളും ആരെ അറിയോ? ഈ പ്രസ്ഥാനത്ത് നശിപ്പിക്കുന്നത് നിർണായക പങ്ക് CD ടവറിൽ വഹിക്കുന്ന ആളുകൾ. യൂണിറ്റിൽ സ്ഥാനമല്ല, മണ്ഡലത്തിൽ സ്ഥാനമല്ല, ജില്ലയിൽ സ്ഥാനമല്ല, കരുവേപ്പില പോലെ വലിച്ചെറിഞ്ഞു ആളുകൾ. സഹോദരങ്ങളെ, ആ ആളുകൾക്ക് സ്റ്റേറ്റിൽ ഉന്നത സ്ഥാനം. ഇങ്ങനെ പറഞ്ഞു,
മാക്സിമം ഫസാദ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തോളണം, എന്നിട്ട് അതിൽ റാങ്ക് നേടിക്കൊള്ളണം. പ്രൊഫസറിനോട് ഒരിക്കലും ഈ എന്റെ റാങ്ക് മറികടക്കാൻ വേറൊരാൾക്ക് ടൈംസ് കൊടുക്കരുത്. ആ ജാതി പണി അവിടെ നടക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇതിവിടെ എത്തിയത്. എന്നിട്ടോ ഈ പ്രചരണങ്ങളെല്ലാം ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞല്ലോ, അനസ് മൗലവി മുമ്പത്തെ നിലപാടിലെ ആയിരക്കണക്കിന് വാചകങ്ങൾക്ക് മറുപടി പറയണ്ടേ ഇപ്പോ? അതിന് നേരെ എതിരാപ്പോ അന്ന് പറഞ്ഞതിനെല്ലാം എതിരെ ആ 8 കൊല്ലത്തെ പ്രസംഗത്തിന്റെ കേസെട്ട് എന്ത് ചെയ്യും? ശിർക്കിന് വേണ്ടി വാദിച്ച അനസ് മൗലവിക്ക് ഇവരെന്ത് പണിഷ്മെന്റ് കൊടുത്തു, അതുപോലെ സലഫിക്ക് വേണ്ടി ഇവരെന്ത് പണിഷ്മെന്റ് കൊടുത്തു. യാ ഇബാദല്ലാഹ് പ്രാർത്ഥന ഇല്ല ഇല്ല ഇല്ല, അതുകൊണ്ടത് ശിർക്കല്ല അല്ല അല്ല. നിങ്ങൾ എന്നെ സെക്രട്ടറി, ഇപ്പോഴോ യാ ഇബാദല്ലാഹ് ശിർക്കല്ല, പോടെ പുറത്ത് കടക്ക് പുറത്ത്, എന്നിട്ട് അവന്റെ പേരിൽ 2 കത്തു, അവനെ പുറത്താക്കി അടുപ്പിക്കരുത്. ഇപ്പോഴുള്ള അവസ്ഥ എന്താ അറിയ നിങ്ങള്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എവിടെങ്കിലും നമ്മുടെ ദേവത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ കൊളാക്ക്. അത് അമുസ്ലിങ്ങൾക്കുള്ള ദേവത്താണോ? എന്തിലൊന്നുമില്ല, അവിടെ ഒക്കെ കൊളാക്ക്. പുറത്താക്കിയോനാ അവിടെ പ്രസംഗിക്കരുത്. നമുക്കിപ്പോഴുള്ള പേടി എന്താ അറിയോ? പരലോകത്ത് വരുമ്പോ നിസ്കാരവും നോമ്പും ഒക്കെ അള്ള സ്വീകരിച്ചിട്ട് നമ്മളെ കൂട്ടത്തുനിന്ന് സ്വർഗത്തിലേക്ക് പോന്നാരെ റബ്ബേ കേന്നമെന്ന് പുറത്താക്കിയോണ്ട് നിസ്കാരം ഈ സ്വീകരിക്കുക, കേന്നമെന്ന് പുറത്താക്കിയോണ്ട് നോമ്പ് ഈ സ്വീകരിക്കുക. അല്ല, ഞങ്ങള് ചില ദുൽമൊക്കെ ചെയ്തു, പക്ഷെ കേന്നമായിരുന്നു കുറച്ചോനെ, അതുകൊണ്ട് സ്വർഗത്തില് എന്റെ ജാഹിലിയത്ത്. കേന്നമെന്ന് പുറത്താക്കി വിചാരിച്ച് സ്വർഗത്തുനിന്ന് പുറത്താക്കി അതെന്റെ ബീനെ. ആളുകളെ വിചാരം എന്നറിയോ? അല്ലെങ്കിൽ സ്വർഗത്തില് ഞാൻ കേന്നമിന്റെ ട്രഷറായി നിങ്ങളെ ഞാൻ ടി ആരിഫ് അലി ഇതിന്റെ ജിന്നൂരിയൻ ജരത് ഞാനേ ജിന്നിന്റെ യായി ബാധുള്ള ചർച്ച ചെയ്ത് പൈലി ശിർക്കില്ല എന്ന് ലോക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു മോനെ. ജിച്ചിരാട് മാടി ഈ കേനമെന്ന് പുറത്താക്കിയ ആളല്ലേ? സർക്കുലർ പ്രകാരം ഇന്നാളെ വയല് കേൾക്കാൻ പോയ ആളെ എന്റെ കൊണ്ണും കുത്തു എന്നുള്ള പറയോ? അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? അസ്ഹാബുൽ യമീൻ വഅസ്ഹാബു ശിമാൽ. അതെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ? ഇതൊക്കെ ദുനിയാവിലും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പ്രവർത്തനത്തിന്റെ ആ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എങ്ങനെ കുറ്റവാളികളെ മാറിയിരിക്കും? ഖുദൂഹു ഫഹുല്ലൂഹു, പിടിക്കോനെ പിടിച്ചൊരു നരകത്തിലേക്ക് എറിയും. അല്ലാതെ ISMനെ പിടിക്കുക KNMനെ പിടിക്കുന്ന. അപ്പൊ ഇതൊക്കെ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ കുറെ പണ്ഡിതന്മാർ ജീവിച്ചില്ലായിരുന്നു. 960 കേസല്ലേ KNM ഉള്ളത്? അപ്പൊ അതിന്റെ മുമ്പ് മരിച്ചു പോയാലോ? ഏതേ വലിയ മഹാപണ്ഡിതന്മാര് വരിക പരലോകത്ത്. അപ്പൊ പുറത്ത് KP ഉണ്ട് ഒരുപാട് ആൾ. നിങ്ങളാരാ? ഞാൻ KNM ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിയോ? അന്ന് മരിച്ചുപോയ ആൾക്ക് ഇവിടെ ഒരു KNM പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയോ? പരലോകത്ത് എന്നിട്ട് നിങ്ങൾ അതേ ആദർശത്തിലായിരുന്നു നമ്മള്, പക്ഷെ നിങ്ങൾ KNMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നില്ലല്ലോ. നിങ്ങളെ കാര്യം പോക്ക, നിങ്ങളെ കാര്യം പോക്ക. അല്ലെ അവരെ ലോകത്ത് എല്ലായിടത്തിലുണ്ടോ KNM ISM? അതുകൊണ്ട് പൊട്ടപ്പോയ തത്തുനിന്ന് രക്ഷപ്പെടി. ഞങ്ങൾ ഖുർആനും സുന്നത്തും നോക്കുന്നില്ല, ഞങ്ങൾ KNM എന്താ പറയുന്നത് അത് കേൾക്കുക. അങ്ങനെയല്ലേ അള്ളയും റസൂലും പറഞ്ഞു? ആണോ? എവിടെ പറഞ്ഞു? KNM പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നു നല്ല നോക്കണ്ട്. തരക്കേടില്ല. എവിടെ എത്തി? KNM പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും നോക്കേണ്ടവനല്ല. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? നേതൃത്വത്തെ അനുസരിക്കാൻ എഴുതി ഒപ്പിട്ട് കൊടുത്താ അനുസരിക്കുക, ഓല് പറയണ അനുസരിക്കുക. എന്നിട്ട് പറയാൻ കേട്ടോ, കേരള നെതുവത്തുൽ മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ KNM എന്താ പറയുന്നത് അത് കേൾക്കുക. അവിടെ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇത് ഗൗരവമായി നമ്മൾ ചോദ്യം ചെയ്യുകയും ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യണം. അവിടെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജനങ്ങൾ ജീവിക്കണം എന്നാണ്. അതിനെതിരായ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കരുത്. ഒരു വ്യക്തിയുടെ തീരുമാനം ഖുർആനിനും സുന്നത്തിനും സലഫുകൾക്കും എതിരായാൽ ആ വ്യക്തിയെ മാറ്റി നിർത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരാളെ അഭിപ്രായം എടുക്കാൻ ഒരാളുടെ പിന്നാലെയും തഖ്ലീദുമായി ഞങ്ങൾ പോയിട്ടില്ല. മറിച്ച് കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ച് പരിശോധിച്ച്. ഇനി ഇവിടെ എന്തുണ്ടായി? ഞാൻ പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങട്ടെ. അലി മദനി പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാം, മലക്കുകളോട് പ്രാർത്ഥിക്കാം എന്ന് മുജാഹിദുകൾ പറഞ്ഞു. അത് തെറ്റിദ്ധരിച്ചു, അമ്പലക്കടവ് ഏറ്റെടുത്തു. അമ്പലക്കടവ് പറഞ്ഞു അതെ പിശാചിനോട് പ്രാർത്ഥിക്കാം. മുജാഹിദുകൾ പണ്ടൊക്കെ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ കേൾപ്പിക്കുന്നത് കേട്ട ആളുകൾ ഉണ്ടാവും, കേൾക്കാത്ത ചിലരെങ്കിലും സഹോദരങ്ങളെ ഇതിലൊക്കെ ഉണ്ടാവും. അവർക്ക് വെളിച്ചമാകാനാണ്.
നിങ്ങൾ നോക്ക്, ഈ വിഷയം അമ്പലക്കടവ് 6-ാമത്തെ. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിനെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്കാ, ജിന്നിനോടും പ്രാർത്ഥിക്കാ, പിശാചിനോടും പ്രാർത്ഥിക്കാ, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. സഹോദരങ്ങളെ കണ്ടോ, അമ്പലക്കടവ് കളവാ പറയുന്നത്. കളവേ പറയൂ, ഒരു തുണ്ട് പോലും ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ ഉദ്ധരിക്കുന്നതാണ്. ഇപ്പൊ അൻസോലി പറയുന്നത് എന്തറിയോ? അമ്പലക്കടവ് പറഞ്ഞതായിരുന്നു ശരി. ചോദിച്ചു നോക്കേ, മറിച്ച് അഭിപ്രായം പറ, മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ പറ, അതിനുള്ള ധൈര്യം കാണിക്കേ. ചെറിയ പീക്കിരി മക്കളെ വെല്ലുവിളിക്കാതെ. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ അൻസോലയ്ക്കുള്ള ഒരു ആകെയുള്ള എന്തറിയോ? ഒന്നരണ്ടിന് അമ്മയത്തുണ്ടോ എന്ന് വാദപ്രതിവാദത്തിനുണ്ടോ? സത്യത്തില് വാദപ്രതിവാദത്തിനുണ്ടോ സമസ്തയെ ചോദിക്കുക. കാരണം എന്താ അറിയോ? അനുയായികളെ കണ്ണ് പൊടിയിടാൻ പിടിച്ചു നിൽക്കാൻ നിൽക്കുന്ന ഒരു തന്ത്രം അത്. അതേ തന്ത്രം പയറ്റേൻ വാദപ്രതിവാദത്തിനുണ്ടോ? ഇപ്പൊ അനുസോല എവിടെയുള്ളത്? അനുസോല അന്ന് അമ്പലക്കടവിന് എന്താ കൊടുത്ത്? കളവേ പറയൂ, കളവേ, ബഡായി, ഒരു വലിയ ബഡായി. എന്തേ? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു എന്നത് അമ്പലക്കടവിന്റെ ബഡായി. അനുസോല പറയുന്നു അമ്പലക്കളവാണ്. അന്ന് സത്യം പറഞ്ഞ ഞാനാ ബഡായി പറഞ്ഞു, ഞാനാ നുണ പറഞ്ഞത് എന്ന് അനുസുമലയെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അനുസുമലയ്ക്കാണോ ആദർശ വ്യതിയാനം ഉണ്ടായത്? KNM-ന്റെ കൂടപ്പക്കൂടിയ പണ്ഡിതന്മാർക്കാണോ ആദർശ വ്യതിയാനുള്ളത്? പഴയ KNM-ന്റെ ആദർശാര കൂടിയുള്ളത്? കെട്ടുമട്ടും സംഘടനയും സെറ്റപ്പും പിന്നെ കേന്ദ്രവും AC റൂമും കാറും എല്ലാം ചോദിച്ചേ. ആദർശം അതിനാണ് മാറ്റെങ്കിൽ അതാരെ കയ്യിലാണുള്ളത്? തുടർന്ന് അനുസു പറയുന്നത് കേട്ടോളൂ. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? സഹോദരങ്ങളെ കണ്ടോ? അതായത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരാള് യാ ഇബാദല്ലാഹ് അഗീനുനി എന്ന് വിളിച്ചാൽ ആ വിളിയുടെ പരിധിയിലുള്ള ജിന്നോ മലക്കോ ആയിക്കോട്ടെ, അതിൽ ശിർക്കില്ല. ഇപ്പൊ പറയണതോ ഹാദിറായ ജിന്നായാലും ഖാദിറായ ജിന്നായാലും ഹയ്യായ ജിന്നായാലും കേട്ടാലും നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ശിർക്കാണ്. അപ്പൊ ഇത്രയും കാലം തൗഹീദ് മായി പ്രസംഗിച്ച് നടന്ന പണ്ഡിതന്മാർ, അവർക്ക് പ്രത്യേകിച്ച് അൻസുമലിനെ പോലുള്ള ആള്, സുന്നികൾക്കും മടബൂരികൾക്കും ഒക്കെ മറുപടി കൊടുത്ത ആൾക്ക് തൗഹീദും ശിർക്കും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാ അവിടെ പറയുന്നത്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. നിങ്ങൾ ഞങ്ങളോട് വിരോധവും ദേഷ്യവും വെച്ച് നടക്കാതെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ മർമ്മമാണ്.
അന്നാ ഉദ്ധരണി വായിച്ചിട്ട് അമ്പലക്കട പറയുന്ന കളവാണ്, അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞ ആളാ. ഇപ്പോഴോ ജിന്നിനോടുള്ള എല്ലാ തേട്ടവും ശിർക്കാണ്, മലക്കിനോടുള്ള എല്ലാ തേട്ടവും ശിർക്കാണ്. ഏത് സാഹചര്യത്തിലും. പണ്ട് പറഞ്ഞതോ, തിരുവനന്തപുരത്ത് മടവൂരികൾക്ക് മറുപടി കൊടുത്തതോ, അത് നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണ്ടേ? പുഴക്കരയിലെ ജിന്നും പറഞ്ഞെന്ന് ആളുകളെ മുശരിക്കാക്കി ഇങ്ങനെ നടക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ എന്താ ഈ വിഷയത്തിൽ പണ്ടൊക്കെ സുമൂലയൊക്കെ പറഞ്ഞത്, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്? അതല്ലാത്ത ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ ഞങ്ങളല്ലേ പഴയ സലഫികള്, നിങ്ങൾ പുതിയ സലഫികളല്ലേ? മടവൂരികൾ പഴച്ചപ്പോ പറഞ്ഞതിന് നിങ്ങൾ ഗണ്ഡിച്ച് പറഞ്ഞു ഇതൊക്കെ പുത്തൻവാദാണ്, ഇതൊക്കെ വിവരമില്ലായ്മയാണ്. നിങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കായിരുന്നു വിവരമില്ലാത്തത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങള്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു, മടവൂരികളുടെ വിശദീകരണത്തിൽ നിന്ന് അമ്പലക്കടവ് തിരിച്ചു. അതേ തെറ്റിദ്ധാരണ ആർക്കുണ്ട്? അതേ തെറ്റിദ്ധാരണ കാന്തപുരത്തിനും, അതേ തെറ്റിദ്ധാരണ കാന്തപുരവും നടത്തുകയാണ്. വേറെ കൂട്ടർ ജിന്നുണ്ട്, മനുഷ്യനെ വിളിച്ചാൽ ചെറുക്ക്, ജിന്നിനെ വിളിച്ചാൽ ചെറുക്കില്ല. ഇതെന്ത് വിഡിത്തമാണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കുന്നവർ, ജിന്നാണെങ്കിൽ അത് ശിർക്കല്ല എന്നും മനുഷ്യനാണെങ്കിൽ ശിർക്കാണെന്നും ഇതെവിടുന്ന് വന്നു? എവിടെയാണ് ഈ വ്യത്യാസം? അവർ പറയേണ്ടതാണ്. സഹോദരങ്ങളെ കണ്ടോ, കാന്തപുരം പറയുന്നത് എന്താണ്? ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവൂല, മൊയ്തീൻ ഷെയ്ഖേ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചാൽ ശിർക്കാവും. ഇതെന്തൊരു മറിമായമാണ്! എവിടെ ഏത് വ്യത്യാസം വരുന്നത് വേർതിരിയുന്നത് അതവർ പറയണം. എന്നാ കേട്ടോളൂ, ഞങ്ങൾ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും സൃഷ്ടികളോട് സഹായം തേടരുന്ന, പ്രാർത്ഥിക്കരുത് എന്നാണ്. ഇയ്യാക നഅ്ബുദുവിൽ പറയുന്ന പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ സഹായം തേട്ടേതാ? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള തേട്ടമാണ്. അഭൗതികമായ മാർഗത്തിലൂടെ എന്റെ വിളി മൊയ്തീൻ ഷെയ്ഖ് കേൾക്കും, ഞാൻ ആ വിളിക്കുന്നതിന് മൊയ്തീൻ ഷെയ്ഖ് തിരിച്ചറിയും, എന്റെ ഭാഷ മൊയ്തീൻ ഷെയ്ഖിനറിയാം. കേരളത്തിലെ കൊച്ചിയിൽ വെച്ചൊരു മലയാളി ആക്സിഡന്റ് പറ്റി താഴെ കിടക്കുമ്പോ ഞാൻ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് വിളി കേൾക്കും. ഇതാ സമസ്തക്കാരുടെ വിശ്വാസമോ? ഇതാണ് ശുദ്ധ ശിർക്ക്. ഈ വിശ്വാസമാണ് അവർക്കുള്ളത്. നമ്മൾ പറയുന്നതോ പുഴയിലായാലും കുളിക്കടവിലായാലും സാഗരത്തിലായാലും പർവ്വത ശിഖരത്തിലായാലും ഗർജിച്ചു വരുന്ന സിംഹത്തിന്റെ മുമ്പിലായാലും പ്രാർത്ഥനാ നിർഭരമായ ഏതൊരു തേട്ടവും പടച്ചോനോടല്ലാതെ ഒരു പടപ്പിനോടും ഉണ്ടാകരുത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന് നമ്മൾ പറയുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ നുജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 186, 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ 60-ാമത്തെ വചനം. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു 27-ാം അധ്യായം 60-ാമത്തെ വചന. ഒരു പ്രയാസപ്പെടുന്നവൻ ആ പ്രയാസം ദൂരീകരിച്ചു കിട്ടാൻ ആരോടാണോ അവൻ പ്രാർത്ഥിക്കുന്നത്? അത് ഇലാഹാവുന്ന അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാളും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങളാണ്. ഇപ്പൊ പറയുന്നത് നിങ്ങളല്ല, ഞങ്ങളാ പറയേണ്ടത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഞങ്ങളാ പറയേണ്ടത്. എന്തൊരു കഥ ഇത്! ഞങ്ങൾ തീർത്തു പറയുന്നു, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും എവിടെയാകട്ടെ, ജീവിതത്തിന്റെ ഏത് ഘട്ടവും നിങ്ങൾ പരിശോധിച്ചോളൂ, അല്ലല്ലാത്ത ഒരാളോടും തേടരുത്, പ്രാർത്ഥിക്കരുത്. ഇസ്ലാം അങ്ങനെയാ പഠിപ്പിച്ചത്. അല്ലാതെ അതിനെതിരായ ഒരു ശബ്ദം ഇവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിന്റെ പരിധിയിലെ അതിന്റെ മതനിൽ ശിർക്കില്ലെന്ന് ലോകത്ത് കിതാബ് തിരിയുന്ന മുഴുവൻ സലഫി പണ്ഡിതന്മാരും പറഞ്ഞു. അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതേ ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളൂ, അതേ ഞങ്ങൾ വാദിച്ചിട്ടുള്ളൂ, അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഇനി ഇത് പറയുമ്പോ ഒന്നുകൂടെ ഞാൻ പറയാ, നര്യാണിയുടെ താഴെ തുണി പോകുന്ന സെലഫിയെ നമുക്ക് ഹാജരാക്കാൻ കഴിയും. മുജാഹിദുകളെ, ഒരൊറ്റ മുജാഹിദിന്റെ തുണിയും നര്യാണിയുടെ താഴെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പ പിടിക്കും. ആളുകൾ സ്റ്റേജ് നിന്നൊന്ന് നീറ്റിക്കട്ടെ, സദസ്സിൽ നിന്നൊന്ന് നീറ്റിക്കട്ടെ,
ഇതിന്റെ പേര് നെര്യാണി എന്നാണോ? ഇതിന്റെ താഴെ ഇറങ്ങിയാൽ അതല്ലേ എന്നൊരു തെളിവ് ഉദ്ധരിച്ച് ചോദിക്കൂലേ? ആ, ഇനി നിയമത്തുള്ള ഫാറൂഖിനെ പോലുള്ളവരെ വയല് കേട്ടിട്ടാണെങ്കിലോ? കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. മുമ്പ് വയനാട്ടിലാ ഖുതുബ മാറി മാപ്പ് പറഞ്ഞു എന്നൊക്കെ നുണ പറയുന്നുണ്ടല്ലോ. എവിടെ മാറി? ഒരു കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി മുമ്പ് തൊട്ടെടുത്തിരുന്നു, താടിയുള്ള നല്ലൊരു സെൽഫി. മോനെ, ഭീകരവാദവും തീവ്രവാദവും കരങ്ങു തകർക്കുന്ന ഒരു ലോകത്ത് ഇഞ്ചാതി ഒന്നും വെച്ചിട്ടൊരു കാര്യമില്ല മോനെ. കഴിഞ്ഞ ആഴ്ച നടന്ന ആ കുട്ടിനെ വേണം സ്റ്റേജിൽ കയറ്റി സാക്ഷ്യം പറയിപ്പിക്കുന്നേ. താടി ഇതൊന്നും വെച്ചിട്ട് കാര്യമല്ല. അടുത്ത ദിവസം കെവിന്റെ പ്രസംഗം എന്താ അറിയോ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡ്രസ് കാൽ നരിയാണിയിൽ നിന്ന് മുട്ടിന്റെ അടുത്തേക്ക് കയറുന്തോറും, താടി ഇവിടുന്ന് നെഞ്ചിലേക്ക് ഇറങ്ങും തോറും ഓന്റെ നാവ് തമ്മാടിത്തത്തിലാണ്. അങ്ങനെയുണ്ട്. എല്ലാത്തിനും സുന്നത്തിന് കുതിര കയറുക, നബി പഠിപ്പിച്ചതിനെതിരെ കയറുക. നബി പഠിപ്പിച്ചപ്പോ റസൂലുള്ള പറയാ, ഒരാളിങ്ങനെ പെടുമോ നിന്റെ മുണ്ട് കയറ്റിയെടുക്കുക അയാൾ കയറ്റിയെടുക്കും. പോരാ കുറച്ചുകൂടി കയറ്റിയെടുക്കുക, പോരാ കുറച്ചുകൂടി കയറ്റിയെടുക്കുക. അപ്പൊ കെവി ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നബി രക്ഷപ്പെട്ടു. നിയമത്തില്ല, മനസ്സിലായോ? ഏത് അന്ന് ഫാറൂഖില്ല, അതുകൊണ്ട് റസൂൽ രക്ഷപ്പെട്ടില്ലേ? റസൂലിന് ഇന്നത്തെ കാലത്ത് ഇഞ്ചാതി ഉണ്ടോ മനുഷ്യന്മാര് എന്ന് മനസ്സിലായില്ലേ? റസൂലിന് നേരെ അവർ കുതിര കയറുന്നത്. അൽമനാറിൽ വരെ ലേഖനം വന്നു. പ്രബോധനത്തിൽ വന്ന ലേഖനത്തെ നമ്മൾ വിമർശിച്ചു. താടിനെയും മുണ്ട് നരേണ്ട മേലെടുക്കുന്നതിനെയും ജമാഅത്തെ ഇസ്ലാം അതേ പദം അൽമനാറിൽ 2 ട്രിപ്പ്. ഞാൻ ചോദിക്കുന്നത്, പ്രബോധനത്തിൽ എഴുതിയപ്പോ നബി നിന്നെയാണെന്ന് പ്രസംഗിച്ച നാം അൽമനാറിൽ എഴുതിയപ്പോ ഇതാണ് അനീതി എന്ന് പറയും. സത്യസന്ധതയില്ലായ്മ, ദഅവത്തിൽ സത്യസന്ധതയില്ലായ്മ. വലാ യജ്രിമന്നകും ശൻആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖറബു ലിത്തഖ്വ. തഖ്വയുള്ള നീതിബോധം അൽമനാറിൽ എഴുതിയാലും ഒരു തെറ്റ് പ്രബോധനത്തിൽ എഴുതിയാൽ ആ അൽമനാറിൽ. അതുകൊണ്ടല്ലേ നബി പറഞ്ഞു, ഏത് ഉന്നത കൊലയാ എന്റെ മോളില്ലേ ഫാത്തിമ, ഓളാകട്ടെങ്കിലും നിലക്ക് നിർത്തും ഞാൻ. അതാ ഞങ്ങൾ പഠിപ്പിച്ചേ. അത് ചെയ്തതാ ഞങ്ങൾക്കുള്ള കുഴപ്പോ. മനസ്സിലായില്ലേ? അവനാന്റെ പാർട്ടി തെറ്റി എന്ന് പറയാൻ പാടട്ടോ? അത് മൂടിയൊക്കെ ഉണ്ടെന്നാണ് ചെല്ലി ചോദിക്കണേ. അതുകൊണ്ടാണ് അൻസുമലി ജബ്ബാർ മലി ചെയ്ത് ശിർക്കാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ കൂടെ നിൽക്കുമ്പോ എങ്ങനെയുണ്ട്? അതിന് ഞങ്ങളെ കിട്ടൂലെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് പ്രവർത്തകര്. മനസ്സിലായോ? ആ ആളുകൾ അത് ഇനി ഒന്നുകൂടി മനസ്സിലായിക്കൂടെ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ 1,00,000 ആളുണ്ടെങ്കിൽ 80,000 ആളും ഈ ഹക്കിന്റെ കൂടെയാണ്. അതുകൊണ്ട് മനസ്സിലായിക്കൂടെ? ഇത് മടവൂരികൾ പറഞ്ഞ വാക്കല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ റെക്കോർഡിംഗ് എടുക്കാത്തത്. അത് കാരണം സദസ്സിലേക്ക് തീരെ ഫോക്കസ് ഇല്ല. എന്താ കാരണം? നിങ്ങൾ എന്തൊക്കെ കെട്ടുമട്ടും നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ജനങ്ങൾ സ്നേഹിച്ചത് CD ടവറിനെ ആയിരുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. വലിയ പൈസക്കാരെ നോക്കിയിട്ട് അല്ല മുജാഹിദായത് ആളുകൾ എന്ന് നിങ്ങൾ ചിലരെ കുറിച്ചെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചത് നമ്മളെപ്പോലെ ഇയാളെ കൂടെ ഇങ്ങനെ ഒട്ടി നിന്ന ദുനിയാവ് ഉസാറാവും എന്ന് വിചാരിച്ചോല ബാക്കിയുള്ളവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ നിങ്ങളെ എത്തിച്ചത് എവിടെയാ? എല്ലാ സുന്നത്തിനെ എതിർക്കുന്നിടത്ത്. കളിച്ചു നോക്കി എമ്പാടും, പറഞ്ഞു നോക്കി എമ്പാടും, ഉള്ളിൽ നിന്ന് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി നോക്കി. അതിനെന്താ ഉണ്ടായത്? ഇപ്പൊ എന്താ ഉണ്ടായത്? ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? ആരെ എത്തിച്ചത്? അതിന്റെ പാപഭാരം ആരുടെ തലയിൽ നിങ്ങൾ വെച്ച് കെട്ടിയാലും പരലോകത്ത് നിങ്ങളുടെ നേരെ അല്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. കാര്യത്തിൽ ഞങ്ങൾ അതിലില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനിയോ മടവൂരികൾ നമുക്കെതിരെ പ്രചരിപ്പിച്ച ഒരു നുണ, ആ ഒരു വലിയ നുണബോംബ്, അത് EK സുന്നികൾ ഏറ്റെടുക്കുന്നു. ആ നുണബോംബ് വീണ്ടും മേപ്പികൾ വിജയിപ്പിക്കുന്നു. പിന്നീടുണ്ടായതോ, നാം സ്നേഹിച്ച നമ്മുടെ നേതാക്കന്മാർ മടവൂരികൾ പറഞ്ഞ നുണ ഏറ്റെടുക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. മടവൂരികൾ ഏറ്റെടുത്ത നുണ, മറ്റുള്ള പ്രസ്ഥാനങ്ങളെ ഏറ്റെടുത്ത് അവരിൽ നിന്ന് അനന്തരമെടുത്ത ചർദൽ എന്റെ വാക്കല്ല, അനസ് മൗലവി പറഞ്ഞ വാക്കാണ്. അവർ ഛർദിച്ചതിനെ വാരി വിഴുങ്ങി, എന്നിട്ട് ഇവർ വാരി വിഴുങ്ങി. അടുത്ത ഘട്ടം ആ ഛർദിച്ച് 1000 വട്ടം ആവർത്തിച്ച ചർദൽ വാരി വിഴുങ്ങി കഴുകിക്കളഞ്ഞല്ല, ഉള്ളിലേക്ക് കഴിച്ചു. അനസ് മൗലവി പറഞ്ഞു, ഞങ്ങൾ മടവൂരികൾ വിളമ്പിയ ചർദൽ ഞങ്ങൾ കഴുകിക്കളഞ്ഞു. കഴുകിക്കളയല്ല നിങ്ങൾ ചെയ്ത്, നിങ്ങൾ ഉള്ളിലേക്ക് കഴിച്ചു. ഓപ്പറേഷൻ നടത്തിയ പോലെ എനിക്ക് കിട്ടൂല, ശരീരത്തിന്റെ ഭാഗമായി തീർന്നു, ബ്ലഡിന്റെ ഭാഗമായി തീർന്നു. അവിടെ നിങ്ങൾ എത്തിച്ചു അതിനെ. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു പ്രസ്ഥാനത്തിൽ അനുയായികളെ നയിക്കുന്ന ഒരു മഹാനേതാവ് KKPയുടെ കുൽസിതമായ ചാരപ്പണിയിൽ വിശ്വസിച്ചു. മടവൂരികൾ വിജയിച്ചു. ഇതാണ് പ്രശ്നം. അല്ലാതെ TPക്ക് തെറ്റുപറ്റിയെന്നല്ല. തെറ്റ് പറ്റിയതെവിടെ? മടവൂരിസം കൊണ്ടുവന്ന ഈ ഡോക്യുമെന്ററി വിശ്വസിച്ചു. ഉണ്ടായത് എത്രത്തോളം അറിയങ്ങളെ? ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയിട്ട് ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം,
എന്നൊരു കേസറ്റ് ഇറക്കി. അത് കേരളത്തിൽ വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിച്ച ഒരു നേതാവാരാന്നറിയോ? PK അഹമ്മദ് സാഹിബ്. പാലത്തദ്രിമ മദനിക്കൊക്കെ അതാ കൊടുത്തു. ഹുസൈൻ സൽഫിക്കെതിരെ, ഞങ്ങളെപ്പോലുള്ള പ്രബോധകർക്കെതിരെ ജമായത്തെ ഇസ്ലാമിയർക്ക് കേസറ്റ് ശരിവെച്ചുകൊണ്ട് അത് സ്വീകരിച്ച് സ്വന്തം ചെലവിൽ കോപ്പിയെടുത്ത്, അപ്പൊ മടബൂരിസവും ജമായത്തെ ഇസ്ലാമിസവും ഒന്നിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു കയറി. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിലുണ്ടായി. അതിനെ എതിർത്ത ഉമർ മൗലവിയുടെയും KP യുടെയും പാരമ്പര്യമുള്ള യുവപ്രബോധകർ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി. ഇതാണ് ഇവിടെ നടന്നത്. അത് തെളിയിക്കാനാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇനി നോക്കൂ, നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ലേ? അവസാനിപ്പിക്കണം. നമ്മളിവിടെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ആ സംസാരിച്ചത്. എവിടെ? ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് CD ടവറിലെ ജമിയത്തുൽ ഉലമയുടെ ആശയ വിശദീകരണ യോഗത്തിൽ. ഒന്നുകൂടെ ഞാൻ പറയാം, CD ടവറിലെ ഉത്തരവാദിത്തപ്പെട്ട KJU സംഘടിപ്പിച്ചിടത്ത് TP പറഞ്ഞതെന്താ? നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു എന്നാണ്. ഒന്നാമത്തെ കളവതാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നിട്ടില്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു ടീം, പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്ന ടീം, ഇങ്ങനെ രണ്ട് ടീമുകൾ തമ്മിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. അത് അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, തുടങ്ങാത്തൊരു സംഗതി എങ്ങനെ അവസാനിപ്പിക്കാം? തുടങ്ങാത്തൊരു സംഗതി എങ്ങനെ അവസാനിപ്പിക്കും? ഇതിന് മറുപടി പറയണം. സത്യസന്ധരാണോ ഞങ്ങളെ എതിർക്കുന്നവർ? നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരത ആത്മാർത്ഥമാണോ? അക്കീദയിൽ ഞങ്ങൾക്ക് പിഴച്ചു എന്ന് മനസ്സിലാക്കിയിട്ടാണോ? എങ്കിൽ എന്റെ ചോദ്യം നിങ്ങൾ മറക്കരുത്. കൊച്ചിക്കാരോട് നിങ്ങൾ മറുപടി പറയണം. ഇവിടെ നിങ്ങൾ പീഡിപ്പിക്കുന്ന പല യുവാക്കളുമുണ്ട്. മാനസികവും എല്ലാ നിലക്കും നിങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു മറുപടി, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു ചർച്ച ഈ പ്രസ്ഥാനത്തിൽ നടന്നു. എന്റെ ചോദ്യം, എവിടെ വെച്ച് നടന്നു? പറയണം. TP പറയണം. അള്ളാന്റെ കോടതിയിൽ TPക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾക്കുള്ള വിഷമത, ഒരു നേതാവ് സ്വന്തം അനുയായികളുടെ പേരിൽ ശത്രുക്കളുടെ കൂടെ നിന്ന് ആരോപണം ഉന്നയിക്കുന്നു. അറിയണം നിങ്ങൾ, മർക്കസുദേവയിലെ നേതാക്കന്മാർ നടത്തിയ ആരോപണം, അതേ ആരോപണം ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ അത് വകവെച്ചു കൊടുക്കാൻ വകതിരിവുള്ളവർക്ക് എങ്ങനെ കഴിയും? വകതിരിവുള്ളവർക്ക് എങ്ങനെ കഴിയും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്റെ വാക്കുകളുടെ മൂർച്ച നിങ്ങൾ പരിഗണിക്കും. ഞാൻ ചോദിക്കുന്നതിന്റെ മൗലിക ചോദ്യം, ആ ചർച്ച എവിടെ വെച്ച് നടന്നു? പറയണം. നിങ്ങൾ സംഘമായിട്ട് TPയുടെ വീട്ടിൽ ചെല്ലണം. നിങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് ഞങ്ങൾ കണ്ടു. തലയും പാലും മുറിച്ചൊന്നുമല്ല, ഒറിജിനലായിട്ട് കൃത്യമായിട്ട് അപ്പുറപ്പുറം കേൾപ്പിക്കേണ്ട ഒരു കാര്യവാചകത്തിനില്ല. അങ്ങനെ ക്ലിയർ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. ഞങ്ങൾ ചോദിക്കുന്നു, എവിടെ വെച്ച്? CD ടവറിലാണോ? പഴയ മുജാഹിദ് സെന്ററിലാണോ? ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാന നഗരിയായ മദീനത്തുൽ ഉലമയിലാണോ? ജാമിയ സലഫിയിൽ വെച്ചാണോ? കടലുണ്ടിയിൽ വെച്ചാണോ? പത്തപ്പിലെ തദ്രമൻ സലഫിന്റെ വീട്ടിൽ വെച്ചാണോ? ജാമിയ നദിബിയിൽ വെച്ചാണോ? ജാമിയ ബുർക്കാനിൽ വെച്ചാണോ? എറണാകുളം വെച്ചാണോ? എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ് അങ്ങനെ ഒരു ചർച്ച നടന്നത്? ചോദ്യം ഒന്ന്. ഇതിന് TP മറുപടി പറയാത്ത കാലത്തോളം TP കളവ പറയുന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അലി കളവ എന്ന് പറഞ്ഞു. ആര്? അനസ്. പക്ഷെ അനസിന് അതേ കളവ് TP പറഞ്ഞപ്പോ അത് കളവ എന്ന് പറയാൻ കഴിഞ്ഞില്ല. കാരണം അനസിന് ദുനിയാവിൽ ജീവിക്കേണ്ടിയിരുന്നു, ആഖിറത്തിനെ കളപ്പുറത്ത്. അല്ലെങ്കിൽ അനസ് എന്താ പറയേണ്ടത്? ഒരു നുണ അലി പറഞ്ഞാൽ അതേ നുണ കാന്തപുരം അമ്പലക്കടവ് പറഞ്ഞു. എന്നിട്ട് അനസ് എന്ത് ചെയ്തു? അമ്പലക്കടവിന് മറുപടി പറഞ്ഞു. അതേ നുണ TP പറഞ്ഞാൽ അനസ് നീതിബോധമുള്ളവനും പരലോകബോധമുള്ളവനുമാണെങ്കിൽ അനസ് മറുപടി പറയേണ്ടതായിരുന്നു. നിങ്ങൾ ചിന്തിക്കും, കൊച്ചിക്കാർ അല്പൊക്കെ ധൈര്യവും തന്റെ ഉള്ളല്ലേ? നിങ്ങൾ പറയും, ഈ കൊച്ചിയിലെ മണ്ണിൽ വന്ന് നിങ്ങൾ പറയും, ഈ നുണയന്മാരുടെ നുണയെ എന്തുകൊണ്ട് അയാൾ എതിർത്തില്ല? അമ്പലക്കടവിനെ എതിർക്കാൻ കാണിച്ച ധൈര്യം, മടവൂരികളെ എതിർക്കാൻ കാണിച്ച വാചകം, അതിനുപയോഗിച്ച നാവിന്റെ ചലനം, അതേ നുണ സ്വന്തം അനുയായികളെ കുറിച്ചൊരു നേതാവ് പറയുമ്പോ അതിനെതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അനസേ നിനക്ക് നീതിബോധമില്ലെന്ന്. ന്യായമാണ് ഞങ്ങൾ പറയുന്നത്, ന്യായമാണ്. അപ്പൊ ചോദ്യം ഒന്ന്, എന്ത്, എവിടെ വെച്ച് ഈ ചർച്ച നടന്നു? രണ്ട്, ആര് തമ്മിലായിരുന്നു ഈ ചർച്ച? ആരൊക്കെയായിരുന്നു ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു? ചോദ്യം ഒന്ന്, ആര് തമ്മിൽ നടന്നു? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ചർച്ച നടത്തിയ ആ പിഴച്ച കക്ഷി ആരാണ്? നമുക്കറിയണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറിയിട്ട് മുജാഹിദുകളുടെ ടീം അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളെക്കാൾ 1000 കുതിരശക്തിയോടെ അവനെ നിലക്ക് നിർത്തും. ഞങ്ങൾ കാണിച്ചു തരും. ഞങ്ങൾക്ക് ഇതാ ഞങ്ങൾ പറയുന്നത്. ഏത് അനസു അനീഫി ഒന്നും എത്തില്ല അവിടെ. ഞങ്ങൾ ഇറങ്ങുന്ന പോലെ എത്തില്ല. പടച്ചോന്റെ സഹായം ഉണ്ടാവും ആ കാര്യത്തിൽ. നിങ്ങൾ പറഞ്ഞോ, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ടീമായിട്ട് നിങ്ങൾ ആദർശവാദം നടത്തി
നിങ്ങൾ ചർച്ച നടത്തി പറഞ്ഞോ, ഞങ്ങൾ എതിർക്കുവരെ നിങ്ങളോടൊപ്പം, നിങ്ങളെക്കാൾ 1000 കുതിരശക്തിയോടെ. അതുകൊണ്ട് ഈ ചോദ്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. TP പറഞ്ഞ, അലി പറഞ്ഞ ആ നുണ ഏറ്റെടുത്ത് TP എന്തിനിത് പറഞ്ഞു? സലാം സുല്ലമി പറഞ്ഞു, അള്ളാഹ്ക്കുള്ള എല്ലാ കഴിവും ഇബ്ലീസിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സുല്ലമി പറഞ്ഞു അതേ കാര്യം TP ജാമ്യയിൽ വെച്ച് നമ്മുടെ പേരിൽ ആരോപിച്ചു. ജാമ്യയിലെ CD-യിൽ, കൗൺസിൽ CD സെൽഫി കൊണ്ടു കൊടുത്തല്ലോ നമ്മുടെ ഊരിലേക്ക്, സെൽഫി റെക്കോർഡ് ചെയ്യിപ്പിച്ചല്ലോ. ആ കേസ് നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഡോക്യുമെന്ററി ഞങ്ങളത് കാണിച്ചു. ഈ നുണ ഇപ്പോഴും ന്യായീകരിക്കതിനെ. അപ്പൊ പടച്ചോനെ പേടിയുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. പടച്ചോനെ പേടിയുള്ളവർ ഈ പ്രസ്ഥാനത്ത് നയിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് മാതൃകയാകാൻ റബ്ബിനെ പേടിക്കുന്ന ഒരു മാതൃകാ നേതൃത്വം ഞങ്ങളത് ആവശ്യപ്പെടുന്നത്. അതിനെതിരാകുമ്പോ ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കില്ല. കാരണം മരണാനന്തര ജീവിതം പ്രസംഗിച്ച 1000ന്റെ നോട്ട് എണ്ണി ഉസാറായിപ്പെട്ടോ എന്ന് പറയാനുള്ളതല്ല. അതുകൊണ്ടാ, അതായിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കാമായിരുന്നു. അതല്ല എന്നതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. തീർന്നോ? എവിടെ എത്തിയിരിക്കുന്നു? ഇതേ കാര്യം പരിശുദ്ധ റമദാനിൽ കണ്ണൂരിലെ സെലഫി പള്ളിയിൽ നോമ്പ് നോറ്റുകൊണ്ട് KV ആവർത്തിക്കുന്ന നുണ എന്റെ തൊട്ടുതായി. ലോകത്ത് ഇനി ആരോടും ആർക്കാൾ പാടില്ല, സഹായം തേടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ ഐനൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിന്റെ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയും സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് ചേർക്കാൻ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം. അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. ഇയ്യാക്കനസ്തഈന് വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണമെന്ന് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം. 2 നുണ നോക്കേ. വിജനമായ മരുഭൂമിയിൽ ജിന്നിനോട് ദ്വാരക്കാമെന്ന് പറഞ്ഞു. കുട്ടനത്തിന് മുമ്പ് ഒരു ആര് പറഞ്ഞു? പടച്ചോന്റെ ഓരോ കളി നോക്കണേ. നെഞ്ചത്ത് കൈവച്ച് പറയാന്നല്ലേ. KVക്ക് നെഞ്ഞുണ്ടെങ്കിൽ ഉണ്ടോന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് അനുഭവിച്ചുകൊണ്ടാ പറയുന്നത് ഈ ഹൃദയം നിറഞ്ഞത്. അതുണ്ടെങ്കിൽ KV പറയട്ടെ, ആര് പറഞ്ഞു മരുഭൂമിയിൽ പ്രാർത്ഥിക്കാമെന്ന്? ഒരാളെ ഹാജരാക്കൂ. ഏതേത് തിന്മക്കും നിങ്ങൾക്ക് ആളുകളെ കിട്ടും. പക്ഷെ മുജാഹിദുകളിൽ ജിന്നിനോട് മരുഭൂമിയിൽ വെച്ച് തേടാമെന്ന് പറഞ്ഞ ഒരീച്ചയെ ഹാജരാക്കാൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പരിശുദ്ധ റമദാനിൽ മിമ്പറിൽ കയറിയിട്ടാ നുണ. 2ാമത്തെ നുണ എന്താ അറിയോ? ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞു. ആര് KV? ആര് പറഞ്ഞു? നെഞ്ചത്ത് കൈവച്ച് പറ, ആര് പറഞ്ഞു? പരിശുദ്ധ റമദാനിലെ ബണ്ടക്ക നുണ പറയല്ലേ. അല്ലാഹ് തന്ന നാവ് നീട്ടിയിട്ട് വല്ലിസാനം വശഫത്തെ നുണ പറയാനല്ല നാവ്, ഹക്കിന് വേണ്ടി പടപുരുതാന. പരിശുദ്ധ റമദാനിൽ പട്ടിണി കിടന്നിട്ട് ഒരു വിഭാഗത്തിന്റെ നേരെ ശിർക്ക് ആരോപിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യരുത് എന്ന് കിതാബെന്ന് വിഷയം പഠിപ്പിച്ച സക്കരിയ സ്വലൈ മുജാഹിദ് കേരളത്തിന്, പുതിയ കേരളത്തിന്. ബിദ്അത്ത് പലേതൊക്കെ ഹദീസ് ബിദ്അത്താണെന്ന് പണ്ഡിതോചിതമായി ചർച്ച ചെയ്ത് സക്കരിയ സ്വലൈ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് അനവധി സുന്നത്തുകളെ വിമർശിക്കുകയും പരലോകം പറഞ്ഞ് ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ, ആ ആളുകളുടെ ചട്ടുകമായി നിന്നു കൊടുക്കരുതെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് വേദനയുണ്ട്, ഉറങ്ങാത്ത രാവുകളായ ഞങ്ങൾക്ക്. കാരണം എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് സമസ്തക്കാർ പോലും ശിർക്ക് ആരോപിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് 100 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ CN അഹമ്മദ് മൗലവി പോയി അദ്ദേഹത്തെ മുശ്രിക്കെന്ന് മുജാഹിദുകൾ വിളിച്ചിട്ടില്ല. അതുപോലെ ചേകന്നൂർ പോയി മുശ്രിക്കെന്ന് വിളിച്ചിട്ടില്ല. KC അബ്ദുൽ മൗലവി പോയി അദ്ദേഹം നമ്മളെ മുശ്രിക്കെന്ന് വിളിച്ചിട്ടുണ്ട്, നമ്മളവിടെ മുശ്രിക്കെന്ന് വിളിച്ചിട്ടില്ല. ലോകത്ത് പരസ്പരം ഒരു സെലഫിയും മറ്റൊരു സെലഫിയെ മുശ്രിക്കാക്കിയിട്ടില്ല, കേരളത്തിലല്ലാതെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കേരളത്തിലെ സെലഫികളുടെ നേതൃത്വത്തിൽ ദീന് മനസ്സിലാക്കാത്ത ആരോ ഇതിലുണ്ട്. അവരുടെ കൈകളിലാണത് അമർത്തപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഉമർ മൗലവി സാഹിബിന്റെ സൽസബീലിന്റെ കയ്യിലുണ്ട്.
1971 ഒരു സുന്നി മുസ്ലിയാരെ യാ ഇബാദല്ലാഹീനുനി മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിച്ചു. പാലച്ചന്ദ്ര ഇമാം മദനിയെ കൊണ്ട് സൽസബീലിൽ മറുപടി എഴുതിച്ചു. മുർമുല പറഞ്ഞു, ചെറിയ കുട്ടിനെ കൊണ്ട് ഞാൻ എഴുതിച്ച് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ വലിയവരൊന്നും അതിൽ ഇടപെടേണ്ടയില്ല. ഏത് ചെറിയ കുട്ടിക്കും തിരിയും യാ ഇബാദല്ലാഹീനുനി എന്നതിൽ ശിർക്കില്ല, അതിൽ മലക്കും ജിന്നുമാണ്, അതിലൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലായില്ലേ? അതെന്താണെന്നും അവിടെ വിശദീകരിച്ചു. എന്നിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ അത് കുഫ്റാവെന്നും പറഞ്ഞു. യാ ഇബാദല്ലാഹീനുനിയുടെ അടിസ്ഥാനത്തിൽ മലക്കോ ജിന്നിനോ ഉദ്ദേശിച്ച അതിൽ കുഫറില്ല എന്നന്ന് എഴുതി 1971. മുർമൗലയുടെ തൗഹീദിലാ ഞങ്ങൾ. ആര് മുർമലയൊക്കെ പഠിപ്പിച്ച തൗഹീദിനെ കീക്കാൻ തൂക്കാക്കി. നിങ്ങളറിയോ തൗഹീദിന്റെ കടക്ക നിങ്ങൾ കത്തിവെച്ച്, തൗഹീദിന്റെ കടക്ക നിങ്ങൾ കത്തിവെച്ച് SLRCയുടെ ശിഷ്യന്മാരെ കൊണ്ട് എന്തെല്ലാം നുണയാണ് പ്രചരിപ്പിക്കുന്നത്. കോഴിക്കോട് സമ്മേളനം SLRCക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. SLRCയുടെ ആളുകളുടെ അവസ്ഥ എന്താ അറിയോ? ഈ നുണയും പ്രചരിപ്പിച്ച് നടക്കുക അവര്. നിങ്ങൾ കേട്ടോളൂ അടുത്ത 10ാമത്തെ ക്ലിപ്പിംഗ്. SLRCയുടെ ഒരു നേതാവ്, ഒരു ഡോക്ടർ നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ അള്ളാഹു അവിടെ വെറുതെ നിന്നിട്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായത്തേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസ്യമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? സഹോദരങ്ങളെ, കണ്ണൂരിൽ നടന്ന KNMന്റെ വിശദീകരണ യോഗത്തിൽ ഡോക്ടർ, അവിടുത്തെ ഒരു ജില്ലാ KNMന്റെ നേതാവാണത്. മനസ്സിലാക്കണം നിങ്ങള്. ആ KNMന്റെ നേതാവോട് വന്ന് പറയണത് എന്താ പറയണത്? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നൊരു പുതിയ ഇസവും കൂടി ഇവിടെ ഉണ്ടാക്കി. നുണയല്ലേ? ഞാൻ പലപ്പോഴും ഇവരെ കുറിച്ച് ചിന്തിക്കുന്നു, ഇവരെങ്ങാൻ ഇപ്പം മരിച്ചുപോയുള്ള അവസ്ഥ എന്താ? വലക്കത് ജീത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി ആകാശഭൂമികളുടെ തമ്പുരാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ നിൽക്കേണ്ടി വരും. സഹോദരങ്ങളെ, വൈമിൻ കുമ്മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയാ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഈ ആയത്ത് കേട്ട് കരഞ്ഞ സ്വഹാബത്ത്. 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. ആ നരകത്തെ ഓർത്തിട്ട് ഫഅൻദർതുകും നാറൻ തലല്ലാ. നോക്കേ, കുബൂരിസം, ഇഖ്വാനിസം, സുറൂറിസം, ഇപ്പൊ ഒരു ജുന്നൂരിസം വന്നു. നുണയല്ലേ അത്? ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഹാജരാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യനെ ഹാജരാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ വെല്ലുവിളി ഞങ്ങൾ സമസ്തക്കാരെ പറ്റി ചോദിച്ചാൽ അവർ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാം, മമ്രതങ്ങളെ വിളിക്കാം, കുത്തുബുസ്സമാനെ എവിടുന്നും വിളിക്കാം എന്നവർ പറയുന്നു. ജിന്നിനെ നിങ്ങൾക്ക് എവിടുന്നും വിളിക്കാം, എവിടെയായാലും വിളിക്കാം, തൊട്ടടുത്തായാലും വിളിക്കാം എന്ന് പറഞ്ഞു ഒരാളും ഇല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ. ഇല്ല കൂട്ടരെ, ഇല്ല. അതിന്റെ പേരിൽ നിങ്ങൾ ഇതിനെ രണ്ടാക്കരുത്. വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ തുറന്നു പറയും. നിങ്ങൾക്ക് ഇതല്ലാത്ത മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് പറഞ്ഞോളി. വിശ്വാസികളുടെ ശിർക്കാരോപിച്ച് മൂലക്കിരുത്തിയ ആളെ കൂട്ടി പരലോകല്ലേ? നിങ്ങൾക്കറിയാം വസ്തുത. അതില്ല, ഒരാളെ തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അത് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. TP വീണ്ടും പറയാണ്, വളരെ ലളിതമാണ് ആശയം. ജിന്നിനോട് സഹായം തേടി അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികളെ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണുന്ന നേരത്ത്, കാണുമ്പോൾ മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ ഇതൊക്കെ കാണുന്ന നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ അവർ അള്ളാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു. അത് നോക്കണം, ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത്
സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, അത് ശിർക്കല്ല. എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ നിന്റെ വസീലത്തിന് ശിർക്ക്, ഹറാം, ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. സഹോദരങ്ങളെ കണ്ടോ, മക്കാ മുശ്രിക്കുകളെക്കാൾ കഷ്ടമാണ് ഇവിടെ. കോട്ടക്കൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ സെലഫി പറഞ്ഞ വാക്കും കേൾക്കണ്ടേ നിങ്ങൾക്ക്? സൂറത്ത് 60-ാം അധ്യായം മുംതഹനയിലെ 4-ാമത്തെ ആയത്ത് ഊതി അബ്ദുറഹ്മാൻ സെലഫി. അവിടെ എന്താ ഊതി അറിയോ? വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഅ്ലാഹു അബദാ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദാ. സക്കരിയ, എനിക്ക് നിന്നോടൊരു വിരോധമില്ല. ഇബ്രാഹിം നബി ബാപ്പാനോട് പറഞ്ഞ പോലെ, എന്ന് നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നോ അന്ന് നമ്മൾ തമ്മിലുള്ള ശത്രുത തീർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏകദൈവ വിശ്വാസത്തിനു വേണ്ടി പടപൊരുതിയ ഒരു പ്രബോധകൻ ഇബ്രാഹിം നബീന്റെ ബാപ്പ ആസറിനെ പോലെ ഇസ്ലാം എന്ന് പുറത്താന്ന് പ്രസംഗിച്ചു. നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപക്കറകൾ ഒരറബിക്കടലും കഴുകടയാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇപ്പൊ പറയുന്നതോ, മക്കാ മുശ്രിക്കുകൾ പോലും ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കാ മുശ്രിക്കുകൾ പോലും അവിടുന്ന് റബ്ബിനോട് മാത്രമാ പറഞ്ഞേ. ഇപ്പൊ ഇവര് പറയാ, ആരും ഇല്ലാത്തടത്തുനിന്ന്, ആരും സഹായിക്കാനില്ലാത്തടത്തുനിന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാം, തേടാം. നുണയാണ്. TP ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. TP പശ്ചാത്തപിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ KNMന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞാലൊന്നും പടച്ചോൻ വിടൂല. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഞാൻ KNMന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒരുപാട് കാലം ലീഗിന്റെ ആളാണ്, എനിക്ക് വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ രക്ഷപ്പെടൂല. ഞങ്ങൾ ഒരുപാട് സ്ഥാപനത്തിന് തരക്കേടില്ലാത്തവരായിരുന്നു, വലിയ അംഗീകാരമൊക്കെ കിട്ടുമായിരുന്നു, അവിടെ പറയാൻ പറ്റില്ല. അവിടെ വലിയ വലിയ രാജാക്കന്മാരും ആളുകളും ഒക്കെ വരും. ഇജാരാ, ഞാൻ ഇബ്രാഹിം നബീന്റെ ബാപ്പ, വാട് നരകത്തിലേക്ക്. ഇജാരാ, ഞാൻ നൂനബീന്റെ കെട്ടിയോളാ, ഓ നരകത്തിലേക്ക്. ഇജാരാ, ഞാൻ ഫിറൗന്റെ കെട്ടിയോളാ, നടക്ക് സ്വർഗത്തിലേക്ക്. കണ്ടാ കണ്ടാ, ആദർശമാണ് വലുത്, ആശയമാണ് വലുത്. ആരെ മോളാ, ആരെ മോനാ, ആരെ ബാപ്പയാ എന്ന് നോക്കലല്ല. അത് നന്നായിട്ട് പഠിച്ചോളി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായി നമ്മൾ നോക്കേ. അതേ പ്രസംഗത്തിന്റെ തുടർച്ച, മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? നോക്കൂ പ്രിയപ്പെട്ടവരെ, വീണ്ടും നുണ പറയുകയാണ്. പടച്ചോനെ മാത്രം സഹായിക്കണം, പടച്ചോൻ മാത്രമേ അവിടെ സഹായിക്കൂ എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം വിജനമായ സ്ഥലത്ത് ജിന്നിനോട് തേട ആരുവിടെ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു ലളിതമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട് പല തിന്മകളും ഒഴിവാക്കിയവരുണ്ട്, പല നന്മകളും സ്വീകരിച്ചവരുണ്ട്. താടി പഠിച്ച് നല്ലതായിട്ട് പിന്നെ അങ്ങനെ ക്ലീനായിട്ട് ജീവിച്ചു പോന്നിട്ട് താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെട്ടിയൊതുക്കി ഖുർആനൊക്കെ പഠിച്ച് ഇമാമത്ത് നിൽക്കാൻ മാത്രം വരെ യോഗ്യരായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾ പറയും, ഞങ്ങൾ ഇന്ന ആളുടെ പ്രസംഗം കേട്ടിട്ടാണ് ആ സ്ത്രീധനെ ഞങ്ങൾ ഒഴിവാക്കി, ഇന്നാളുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ ഇസ്ലാമികമായ വസ്ത്രം ധരിപ്പിച്ചത്, ഇന്നാളെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപിക്കാറുണ്ടായിരുന്നു അത് ഒഴിവാക്കിയത്, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു ഞാൻ അത് ഒഴിവാക്കി. എന്നാൽ ഏതെങ്കിലും ഒരു മുജാഹിദിനെ കൊണ്ട് സ്റ്റേജ് കയറ്റിയിരുത്തിയിട്ട് ജക്കരിയ സുലായിയുടെയും ജബ്ബാർ മൗലവിയുടെയും അതുപോലുള്ള ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ മരുഭൂമിയിൽ വെച്ച് ജിന്നിനോട് തേടാറുണ്ട്, അത് പുണ്യമായ, സാധാരണ മൊയ്തീൻ ഷെയ്ഖ് ടിക്കണയും അമ്രതങ്ങളെ തുടങ്ങിയത് പുണ്യവും അനുവദനീയവുമായിട്ടാണ് ആര് കാണുന്നത്? സമസ്ത. എങ്കിൽ മുജാഹിദികൾ ഒരു വിഭാഗം ഇങ്ങനെ കാണണ്ടേ? ഒരാളെ നിങ്ങൾ ഹാജരാക്കിയാൽ മതി, ഞങ്ങൾ പണി അവസാനിക്കും. അതുകൊണ്ട് അള്ളാഹനെ ഓർത്തിട്ട് നുണ പറയരുത്. എത്രത്തോളം അറിയങ്ങള്, ഞാൻ ഞെട്ടിപ്പോയി. അബ്ദുൽ മജീദ് സലായി, നിങ്ങൾ എറണാകുളത്തെ ഖത്തീബാണ്, മനുഷ്യനൊക്കെ എന്ത് പറ്റിപ്പോയി? എന്റെ ഒക്കെ സഹപ്രവർത്തകനാ,
AP അബ്ദുൽ ഖാദർ മൗലവിന്റെ അടുത്ത് പോയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി തട്ടിപ്പ്. ആ സാധു മനുഷ്യൻ രോഗിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ അവിടെ ചെന്നിട്ട്, സർ, നമ്മളെ കൊച്ചു കുട്ടികൾ പോലും പ്രയാസപ്പെടുന്ന സമയത്ത് ജിന്നിനോട് തേടാമെന്ന് പറയുന്നിടത്തിലേക്ക് എത്തിപ്പെട്ട്, സാർ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നോക്കണേ, ആ പാവപ്പെട്ട മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നുണ പറയുമ്പോ ഞങ്ങൾക്കൊക്കെ അതാ ഓർമ്മ വരും. നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ തൽക്കാലം എന്ത് ദുനിയാവിന്റെ ആസ്വാദനാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്? ആ ക്ലിപ്പിംഗ് ഒന്ന് വെച്ചു കൊടുത്തു. ചെറിയ കുട്ടികൾ വരെ ഇപ്പോ ജിന്നിന് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അതൊക്കെ ഈ പിന്നെ മറ്റേ വേണ്ടാത്തരത്തിന്റെ ഭാഗമായിട്ടാണ്. എന്താണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ അതിലൊന്നും വലിയൊരു പ്രയാസമില്ല. ജിന്നിന് കൊടുത്ത കഴിവിനൊന്നും തേടുകയെന്നാണ്. തേടുക എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ജിന്നിനെ കൊടുത്ത കഴിവിന് നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് അള്ളാഹിനോട് ചോദിക്കാന്നുള്ളതല്ലാതെ ജിന്നോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പ്രാർത്ഥിക്കും. കൊടുത്ത കഴിവോ പടപ്പിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ജിന്നായാലും ശരി, ഇൻസായാലും ശരി. ചിരിച്ചുകൊണ്ടാണ് മനസ്സിലായിക്ക് എന്തായാലും മുമ്പ് ചിരിക്കും. അൽഹംദുലില്ലാ, അത് നിലക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് നുണ പറയാൻ. ഏത് ചെറിയ കുട്ടികൾ വരെ സാർ ജിന്നിനോട് തേടാം. സത്യം പറയും മജീദ്, മരണല്ലേ, മിമ്പറിന്ന് ബാക്കിയുള്ളവരെ എത്തക്കില്ല, പടച്ചോനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? നമ്മൾ ആളുകളോട് 1000 ആളുകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണമെന്ന് എല്ലാ വെള്ളിയാഴ്ച ആവർത്തിച്ചിട്ട് സ്വന്തം ജീവിതത്തിലെ AP പറ്റിക്കുമ്പോ, ചതിക്കുമ്പോ, ഇത് പറഞ്ഞപ്പോ എന്റെ പേരിൽ ഇപ്പൊ എന്തറിയോ, AP വരെ കൊണ്ടുവന്ന് ഇടത്തനാട്ടിൽ ഇരുത്തിയിട്ട് എനിക്കെതിരെ പ്രസംഗിപ്പിക്കാൻ വിചാരിച്ച AP ഒന്നും പറഞ്ഞില്ല. AP മനസാക്ഷിയുണ്ട്. നിങ്ങളുടെ AP ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനി ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെ പരലോകൻ അള്ളാഹുന്റെ കോടതിയിലെത്തുമ്പോ AP-യും TP-യും നിങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. നിങ്ങളുടെ ഈ കോക്കസിനെതിരെ നിങ്ങളവരെ ചതിച്ച്, ഞങ്ങളല്ല. ഞങ്ങളവരെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പണിയെടുത്തിട്ടില്ല. മജീദ് സലാഹി പറയണം, ഏത് കൊച്ചുകുട്ടികളാണ് ജിന്നിനോട് വരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്? പരലോകത്ത് ഓർക്കണ്ടേ? واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون الى الله مرجعكم جميعا فانبئكم بما كنتم تعملون. ഖുർആനിലെ 5-ാം അധ്യായം 105-ാമത്തെ വചനം. കിടന്നിട്ട് ഉറക്കം വരാറില്ല. ഞാൻ സത്യം ഞങ്ങളോട് പറയും, എന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു അപാകത പറ്റിയെന്ന് എനിക്ക് ഉറക്കം വരാറില്ല, ബോധപൂർവമല്ല. എന്നാലും പടച്ചോനോട് ഞാൻ പറയും, പടച്ചോനെ ചൂണ്ടിക്കാണിച്ചോ എനിക്ക് പ്രതിഫലം കൊടുക്കുക. കാരണം എനിക്ക് അത് പറഞ്ഞ് നിന്നോട് പശ്ചാത്തപിക്കാൻ കഴിഞ്ഞല്ലോ. കാരണം ഞാൻ അറിയാതെ പോയ എന്റെ ഒരു അബദ്ധമാണ്.